ഇന്ന് ആരോപലിന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. കാരണം അവൻ പഠിച്ച കോളേജിൽ നിന്ന് അവന് TC കിട്ടിയിരിക്കുകയാണ്. ചെറുക്കനെ പഠിക്കാൻ പോയി. ഇനി ഇവിടെയെങ്കിലും ഒന്ന് നേരെ ഒന്ന് പഠിച്ച് കണ്ടാൽ മതിയായിരുന്നു. ഇനി അവിടെ പോയിട്ട് ഇനി അടുത്ത കോളേജ് ഒരു വർഷം തന്നെ ഇങ്ങനെ കോളേജ് മാറാനാണെങ്കിൽ ഞാൻ പഠിക്കാൻ പോകാതിരിക്കണം നല്ലത്. ഇവിടെയെങ്കിലും ഒന്ന് ഒരു വർഷം തേച്ചാൽ മതിയായിരുന്നു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഈ പുള്ളി വാ തുറക്കത്തില്ല. കാരണം ഇന്ന് ആരോപലിന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. കാരണം അവൻ പഠിച്ച കോളേജിൽ നിന്ന് അവന് TC കിട്ടിയിരിക്കുകയാണ്. എല്ലാ പിള്ളേരെയും ഇടി വാങ്ങിച്ചു കൂട്ടി. സാധാരണ ഇടിച്ചവന്മാർക്ക് TC കൊടുത്തില്ല, ഇടി കൊണ്ട എവൻ TC കൊടുത്തു. അതാണ് സംഭവം. നല്ലോണം അല്ലേ? അയ്യോ തന്നെ അങ്ങ് റാങ്കല്ല, ഇവൻ TC വാങ്ങിച്ചു. എന്താണ് കാര്യം? എന്താണത് കാര്യം? എനിക്ക് IT-ലോട്ട് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞാൻ IT പോയി. അപ്പൊ അവിടെ നീ എന്താണ് പഠിക്കാൻ പോയാ? അവിടെ പോളി. രണ്ട് വ്യത്യാസം ഉണ്ടല്ലോടാ. ഇത് നമുക്ക് അറിഞ്ഞൂടാ. ഇവ അവിടെ പോളിയാണ് പഠിക്കാൻ പറ്റുന്നത്. കാരണം നമ്മളിവര് ഫസ്റ്റ് ഡേ കൊണ്ടാക്കിയപ്പോഴേ ഞാൻ വിചാരിച്ച ഒരു കാര്യമാണ്, ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടുതൽ പോകില്ല. കാരണം മെയിൻ റോഡിൽ നിന്ന് ഒരു ഗുദാമിന്റെ അകത്തോട്ടാണ്. കിലോമീറ്റർ അകത്തോട്ടാണ്. അയ്യോ, ബസ് ഇറങ്ങി നടന്നു പോകാനെന്ന് വെച്ചാൽ പറ്റൂല. കോളേജ് ബസ്. പക്ഷെ അത് ബസ് ഇരിക്കുമ്പം തലയൊക്കെ ഒരുമാതിരി കറങ്ങി എനിക്ക് ബസ്സിലധികം ഛർദിക്കാൻ വരും. ഇതിപ്പോ അടുത്താണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അതിനുശേഷമാണ് ഇവന് അഡ്മിഷൻ എവിടെ? IT അല്ലേ? ചാക്ക IT-ലാണ് പഠിത്തം കിട്ടിയത്. എങ്ങനെയാണ് കോളേജിന്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ? സൂപ്പർ. ഗവൺമെന്റ് കോളേജ് ആണല്ലേ അത്? അപ്പൊ അവിടെ ഏത് സബ്ജക്ട് എടുത്തേ? ഫസ്റ്റ് എടുത്ത സബ്ജക്ട് എന്ന് പറഞ്ഞാൽ പ്ലംബിംഗ് ആണ്. അത് പിന്നെ പ്ലംബിംഗ് അങ്ങോട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നില്ല. ഇഷ്ടപ്പെട്ടില്ല. പണിയാണ്. അത് പണിയുണ്ടാ. പണി കുഴിക്കണം, വീടിന്റെ ഇതൊക്കെ അടിച്ച് പൊട്ടിച്ച് സാധനങ്ങൾ ചെയ്യണം. അത് പണിയുണ്ട്. പുള്ളിക്ക് അത് പറ്റൂല. പിന്നെ ഇപ്പൊ ഞാൻ ഷീറ്റ് മെറ്റലാണ് എടുത്തേക്കണം. അത് എടുത്ത കാരണമുണ്ട്. പുള്ളിക്കാരനൊരു ലംബോർഗിനി കാറുണ്ട്. അത് മഴയത്തൂടെ പോയാൽ ഫുള്ളും വെള്ളം അകത്താണ്. ഷീറ്റ് മെറ്റലൊക്കെ എടുക്കുമ്പോ ഷീറ്റൊക്കെ കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് കൊടുക്കാമല്ലോ. അത് വെൽഡ് ചെയ്യണം. എനിക്കൊന്ന് കാണണം കേട്ടാ. ഞാൻ വെൽഡ് ചെയ്തേ. അപ്പൊ ക്ലാസ് ഒക്കെ എത്ര മണി എത്ര വരെയാണ്? ക്ലാസ് രാവിലെ 7:50 തൊട്ട് ഇവിടുന്ന് രാവിലെ 9 മണിക്ക് പോകും. 10 മണി ക്ലാസ്സിൽ വെളിയിൽ നിൽക്കും. ഡെയിലി ജോലി. ഇത് കഴിഞ്ഞിട്ട് ഫണ്ട് ചിരിച്ചു തരാം. 7:50 പോണം. 7:50 പോയിട്ട് 3 മണി വരെടാ. അല്ലാതെ 10 മണിക്കത്തെ എടുത്താ എനിക്ക് 5:30 അവിടെ. അല്ല, നിന്റെ ചാക്കയിൽ നമ്മള് ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതറിയാം, സാറുമാരൊക്കെ പറഞ്ഞു തന്നെ. അപ്പൊ നിനക്ക് അവിടെ നല്ല ഇതായിരിക്കും. പഠിക്കണല്ലോ നീ. പ്ലംബിങ്ങിന് എത്ര ദിവസം പോയി ക്ലാസ്സിന്? ഒരാഴ്ച പോയി. പ്ലംബിങ്ങിന് ഇവൻ പോയാട്ടാ. ഇപ്പൊ 2-3 ദിവസം പോയി. പിന്നെ അവിടെ കളർ ഡ്രസ് അല്ലായിരുന്ന IT-യില്? പക്ഷെ പോളിയിൽ കളർ ഡ്രസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അതും കൂടിയാണ് കേട്ടാ മെയിൻ സംഭവം ഇവൻ നിർത്തിയത്. കാരണം 365 ദിവസം കളർ ഡ്രസ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. ഇവിടെ യൂണിഫോം അല്ലേ? അപ്പൊ ചെറുക്കൻ നാളെ യൂണിഫോം കിട്ടി. ചെറുക്കൻ നാളെ നമ്മള് കൊണ്ടാക്കിയാണ് ഫസ്റ്റ് ഡേ. ഓൾറെഡി പ്ലംബിംഗ് വിട്ട് ഇപ്പം ഷീറ്റ് മെറ്റൽ. അത് തന്നെ കോഴ്സിന്റെ പേര്. അപ്പൊ നമ്മളെ അടുത്ത ആഴ്ച വീണ്ടും മാറും. അടുത്ത എളുപ്പമുള്ള എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഇനി അതിലോട്ട് പോകും. ട്രേഡ് ചേഞ്ച് ഇല്ല. ഏത് ട്രേഡിംഗാ പഠിക്കുന്നേ? ഇങ്ങനെ വര വന്നിട്ട് ഇങ്ങനെ പോകുന്നതാണോ ട്രേഡ്? അത് ട്രേഡിങ്. അത് ട്രേഡിങ്. ഇത് ട്രേഡ്. അത് വിട്. അത് പിള്ളേര് തന്നോളൂ. ഓക്കെ, ആരംഭം. അടുത്ത നെക്സ്റ്റ് ഇനി എന്താ നിന്റെ പ്ലാൻ ഒക്കെ? ഇപ്പൊ നെക്സ്റ്റ് ഇനി എന്തൊരു 1 ഇയർ കോഴ്സാണ്. കോഴ്സ് ഒരു വർഷത്തെ മലയാള ശ്രേഷ്ഠ ഭാഷയുടെ പിതാവേ നമോ. 1 വർഷത്തെ ക്ലാസ് ആണ്. അത് പോയി ഇറങ്ങിട്ട് അടുത്ത വർഷം മിക്കാറും പ്ലസ് ടൂല് കയറാൻ ചാൻസ് ഈ പുള്ളിക്കാരൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ചാ പ്ലസ് ടൂല് കയറാന്ന്. പ്ലസ് 1 കയറാനേ പറ്റുള്ളൂ. പ്ലസ് 2 അങ്ങനെ കയറാൻ പറ്റൂല. അപ്പൊ മിക്കാറും ഞാൻ ഒന്നെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകും, ഇല്ല എഡിറ്റിംഗ് പഠിക്കാൻ പോകും. അതിലൊക്കെ പഠിച്ച് പോയി കണ്ടാ മതി. എടുക്കണ കുഴപ്പമില്ല, പോയി കണ്ടാ മതി. എഡിറ്റിംഗ് പഠിച്ചിട്ടാണ് ക്യാമറമാനെ വെട്ടിക്കാൻ. എന്നാ ഓക്കെ. അടുത്ത അപ്പൊ നാളെ ചെറുക്കന് യൂണിഫോം ഉണ്ട്. യൂണിഫോം ഏത് കളറാ? നീല കളർ ഷർട്ട്, ബാഗി പാന്റ്, കറുപ്പ്. ഞാൻ ബാഗിയാണ് എടുത്തേക്കണ. പാരഷൂട്ടോ? ഇത് കേട്ടാ, പാരഷൂട്ട് എന്ന്. അത് സൂപ്പർ സ്റ്റൈൽ. അത് നീല കളർ ആയിരിക്കുമല്ലോ പാരഷൂട്ട്. കറുപ്പ് ഇടാൻ പാടുള്ളൂ. പാരഷൂട്ടിന്റെ ആണെങ്കിൽ ഒരു എണ്ണയുണ്ട്. അപ്പൊ ഗൈസ്, അപ്പൊ നാളെ ചെറുക്കനെ നമ്മള് കോളേജിൽ കൊണ്ടാക്കാൻ പോകുന്ന സീനാണ് ഫസ്റ്റ് ഡേ. നാളെ ഫസ്റ്റ് ഡേ മാത്രമേ കൊണ്ടാകുള്ളൂ കേട്ടോ. തിരിച്ച് വിളിക്കാൻ പറഞ്ഞോ? കുട്ടികളൊക്കെ ഉണ്ടോ?
പെൺകുട്ടികളുണ്ടോ? നിന്റെ ചേച്ചിമാരെ പ്രായമുള്ളതൊക്കെ ഞാൻ 18 വയസ്സ് കഴിഞ്ഞ് ഇങ്ങനെ പോരെന്നറിഞ്ഞ് നിൽക്കുകയാണ്. ഇവനെ കൂടെ അവിടെ ഷീറ്റ് മെറ്റൽ അടിക്കാൻ കേട്ടതാണ്. ഞാൻ വിളിച്ചു അപ്പൊ പറഞ്ഞില്ല. ആരാദ്യം ഷീറ്റ് അടിക്കാന്ന് പറഞ്ഞ തലയടിച്ചെന്നാല് വേണ്ട. അത് വിട്ട് പെണ്ണുങ്ങളുണ്ടോ? ഓ ചേച്ചിമാര് പ്രായമായിട്ട് 10 പഠിക്കുന്ന ഒരു പെണ്ണ് പോലും ആകെ ഒരു ചെക്കുണ്ട്. അതെന്റെ ചങ്ക് കൂട്ടുകാരനെ 10 പഠിക്കണം. 10 പഠിക്കണം. പെണ്ണുങ്ങളിപ്പോ മൂത്തതാ. എല്ലാരും മലരാട്ടോ. ഇവന്റെ മലർ മിസ് പോലെ മൂത്തര പ്രേമിക്കടാ. കുഴപ്പമില്ല. സച്ചിന് 5 വയസ്സ് മൂത്ത പെണ്ണിനെയാണ് കെട്ടിയ. പിന്നെ അപ്പൊ ഒരു കൈ നോക്കാം. പക്ഷെ വേണ്ട, അമ്മ കൊല്ലും. 8 പേർക്ക് മെസ്സേജ് ഹായ് പോയി കാണും. നീ പഠിക്കാനല്ലടാ പോണ. കഴിഞ്ഞ പ്രാവശ്യം ഇതല്ലടാ പറഞ്ഞ പഠിച്ചാനാണ് പോകുന്നത്. നമ്മള് പെമ്പിള്ളാരെ വിളിക്കാനല്ല പോകുന്നത്, നമ്മള് പഠിക്കാനല്ല. നോക്കാം. രാവിലെ ഉറക്കം കഴിക്കുമ്പോ എനിക്ക് പോവാൻ തോന്നില്ല. നാളെ അവൻ പോയതിനു ശേഷം നമുക്ക് ഫസ്റ്റ് ഡേ നമുക്ക് ഒരു റിവ്യൂ അറിയാം ഷീറ്റ് മെറ്റലിന്റെ. അപ്പൊ ഗൈസ് നാളെ അവനെ യൂണിഫോം ഒക്കെ ഇട്ട് നമുക്ക് ഇവനെ പറഞ്ഞു വിടണം സ്കൂളിൽ. ഓക്കെ നാളെ കാണാം. ബൈ ഗൈസ്. അപ്പോ നമ്മുടെ ആരോമല് കോളേജിൽ പോവാൻ റെഡിയായി വന്നിട്ട് ഇതാണ് അവന്റെ യൂണിഫോം. യൂണിഫോം ആണെന്ന് പറയില്ല, ഇത് എവിടെയോ നീ കറങ്ങാൻ പോകണക്കാണ് തോന്നണം. കാരണം 5 സ്ലീവ് കാർഗോ പാന്റ് ഒക്കെ. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പം നാളെ പാന്റിന് എന്തെങ്കിലും ഒരു മാറ്റം വന്ന അന്ന് പിടിച്ച് മാറ്റുന്ന സാറുമാരാണ്. ഇപ്പൊ സാറുമാരൊക്കെ പുരോഗമിച്ചാടാ. പെറ്റി അടിച്ചോട് ഒരു ബന്ധമില്ല. അല്ല, നമ്മള് പണ്ടേ നീല പാന്റില് വെള്ള കളർ നൂല് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാ. അപ്പോഴെന്നെ കൊണ്ട് അഴിച്ചു വിടുമായിരുന്നു നമ്മളെ പ്രിൻസിപ്പളൊക്കെ. പ്രിൻസിപ്പളല്ലേ ഏറ്റവും കലിപ്പായിരുന്നു അറിയാമോ? നമ്മളൊക്കെ പ്രായത്തിലുള്ളവന്മാർ സന്നദ്ധ സേനയില്ലേ ക്യൂവിൽ അതിനടിക്കാൻ വേണ്ടി വിടുമല്ല. യവന്മാരാണ് പ്രശ്നം. യവന്മാരെ പദവി എന്ന് വിചാരിച്ച യവന്മാർ മറ്റേ പ്രിൻസിപ്പളിന്റെ പദവി എന്നാണ് വിചാരം. ലൈനിൽ കറക്റ്റ് കയറി പോലെ ഏണിയൊക്കെ ആകും. പക്ഷെ അവന്മാർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? എല്ലാ പരീക്ഷയും കഴിയുമ്പോൾ എടുത്തിട്ട് ഇടിക്കും. എന്നിട്ട് 2 ദിവസം നമ്മൾ വെക്കേഷൻ ഒരു സീനുമില്ല. ഇപ്പോഴത്തെ സാറന്മാർ അത് അപേക്ഷിച്ച് വേറെ വിഷയമൊന്നുമില്ല. ഇത് കട്ട് ചെയ്ത് പോയാലും അറിയില്ല. ഈ ബാഗ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ബാഗ് ഒന്ന് മാറ്റിയടാ. കനകുന്നി പോയിരുന്ന എന്റെ പൊന്നു മോനെ അറിയൂല. തിരിഞ്ഞിരുന്ന മാമൻ. പക്ഷെ അല്ല, നീ ശ്രദ്ധിച്ചാ ചെറിയ മീശ വന്ന് സൗണ്ടൊക്കെ ഒന്ന് മാറി. പ്രായമായിടേ പറ. ഇനി പുതിയ ക്ലാസ്സിനെ പറ്റി പറ. ക്ലാസ്സിനെ പറ്റി കൊള്ളാം. ഞാൻ 2-3 ദിവസം പോയി. അപ്പൊ നമ്മളൊന്ന് കൊണ്ടാക്കി വിടട്ടവന്. അതുപോലെ തീ ഒന്ന് മെലിഞ്ഞു തോന്നലടാ. നീ കൊണ്ടുവരുമോ? അല്ലെങ്കിൽ ഐറ്റിക്കാരന്റെ സമയം ഇപ്പൊ നമുക്ക് ഇവനെ നേരെ കൊണ്ടാക്കി, അല്ലെങ്കിൽ ഇറക്കി വിടുവനെയൊക്കെ. എടാ ആരോമല്ല, നിനക്ക് ഈ ഒരൊറ്റ യൂണിഫോമേ ഉള്ള? അപ്പൊ പിന്നെ അവിടെ ഇത് ചെയ്യുമ്പോഴാ കാക്കിയും കൂടെ ഉണ്ട്. അത് വാങ്ങിയില്ല, വാങ്ങാം. അതല്ലേടാ നിന്റെ അടുത്ത് ചോദിച്ച ഒരു യൂണിഫോം ഉള്ളന്ന്. യൂണിഫോം അല്ലല്ലോ, പിന്നെ കാക്കിയല്ലേ. എടാ പോടാ ആരോമലെ. ഈ ചാക്ക് ഐറ്റി എന്ന് പറഞ്ഞ അടിക്ക് പേര് കേട്ട കോളേജാണ്. കാരണം നമ്മളൊക്കെ സെമിനാരി പണ്ട് പഠിക്കുമ്പോ ചാക്ക് എന്ന് പയ്യന്മാര് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓടും പയ്യന്മാര്. ഞാനൊന്നുമില്ല, ഞാനൊക്കെ സ്കൂള് വിട്ട വീട് 4 മണിക്ക് ക്രിക്കറ്റ് കളി ഉള്ളതുകൊണ്ട് നേരെ ഓടി വരും ക്രിക്കറ്റ് കളിക്കാൻ. അതുകൊണ്ട് നമുക്ക് ആ പ്രശ്നമൊന്നുമില്ല. ഐറ്റിയും പൊളി വിട്ടു, ഇപ്പൊ ഐറ്റി ഇല്ല. തിരുവനന്തപുരാണ് പത്മനാഭന്റെ മണ്ണാണെന്ന് പറഞ്ഞ് മാസം ബുള്ളറ്റ് റെഡിയെ പോലെ പോയി ഞാൻ ഇടി വാക്കൂല. രണ്ടും തല്ലുള്ളികളാണ് നമുക്ക് തോന്നണം. ബിജോയ് ഓക്കെ, നമ്മൾ വെരിഫൈഡ് ആക്കി. നിങ്ങളെല്ലാരും വിചാരിക്കും ബിജോയ് എന്താ +2 കഴിഞ്ഞിട്ട് വേറെ ഒന്നും പഠിക്കാൻ പോകത്തില്ല. കാരണം അവന്റെ ഒരു ഇതനുസരിച്ച് ഞാൻ ചോദിച്ചു എന്താ പഠിക്കാൻ പോകത്തില്ല. അപ്പൊ അവൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇത്രയും 12 വർഷത്തോളം, 12 അല്ല 14, +2 കഴിഞ്ഞ് 2 വർഷം LKG UKG പിന്നെ ഡേക്കറി 10-15 വർഷം പഠിച്ചതല്ലേ, 1 വർഷം ഗ്യാപ്പ് എടുക്കണമെന്ന്, റെസ്റ്റ് എടുക്കണമെന്ന്. ഇതാണ് അവന്റെ പറയുന്നത്. എന്ത് പറയാ, ബ്രേക്ക് കുറച്ച് ബ്രേക്ക് വേണം. എന്തോ മലമറിച്ച് പഠിച്ചിട്ട് പറയുക. 365 ദിവസം ക്ലാസ് ഉള്ളതില് ആകെ ഒരു 30 ദിവസം തികച്ചു പോയുള്ളൂന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാക്കി എല്ലാം മറ്റേ മെഡിക്കൽ സർട്ടിഫിക്കറ്റാ അവിടെ ഇരിക്കുന്നത്. പക്ഷെ അതൊക്കെ കൊണ്ടുപോയിട്ടും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്ലാസ്സിൽ പോലും പോവാതെ ഇവൻ ജയിച്ചെങ്കിൽ എന്തിനാ നമ്മൾ സ്കൂളിൽ പോകണം? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവൻ പോവാതെ ഇവൻ ജയിച്ചു. പെമ്പിള്ളേരെ മാറ്റാൻ പോണ പയ്യന്മാര് കുറേ അവനെ കണക്ക്. പക്ഷെ ഈ പാതയാണ് ഇപ്പൊ ഞാനും തുടർന്നു. ഞാനിന്റെ അച്ഛനെന്ന് കൂടെ പറയുന്നേ അതിനുള്ള ഇല്ലടാ, പോങ്ങോട്ട്. വിജയുടെ കാര്യം ശ്രദ്ധിക്കണേ. +2 ഒരു പ്രാവശ്യം പരീക്ഷ തോറ്റ് വീണ്ടും എഴുതി പാസ്സായി. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി 1 പ്രാവശ്യം കമ്പി ഇടിച്ച് 2ാമത്തെ പ്രാവശ്യം എഴുതി ജയിച്ചു. എല്ലാം ഇവര് 2ാമതാണ് കേട്ടോ. ഇവന്റെ ഫസ്റ്റ് കല്യാണം കഴിക്കും, അത് മുടങ്ങും. 2ാമത് അപ്പൊ നമുക്ക് നേരെ പോവാ. ജാരോമലിന്റെ കോളേജ് എത്തിയിരിക്കുകയാണ്. ചക്ക ഇതാണ് കാക്കി കേട്ടോ. ഏതാണ് പയ്യന്മാരെ കാക്കി. പോയിട്ട് വാ. ചിരിയുടെ
ചെറുക്കനെ പഠിക്കാൻ പോയി. ഇനി ഇവിടെയെങ്കിലും ഒന്ന് നേരെ ഒന്ന് പഠിച്ച് കണ്ടാൽ മതിയായിരുന്നു. ഇനി അവിടെ പോയിട്ട് ഇനി അടുത്ത കോളേജ് ഒരു വർഷം തന്നെ ഇങ്ങനെ കോളേജ് മാറാനാണെങ്കിൽ ഞാൻ പഠിക്കാൻ പോകാതിരിക്കണം നല്ലത്. ഇവിടെയെങ്കിലും ഒന്ന് ഒരു വർഷം തേച്ചാൽ മതിയായിരുന്നു. നീ ഇങ്ങനെ ഇരുന്നോ, അവൻ പഠിക്കാൻ പോയത് നോയിക്കോട്ട്, പാവം ചെറുക്കൻ. പോകാൻ താല്പര്യമില്ലാത്തതാണ്. ഞാനിങ്ങനെ ഫുൾ മറ്റേ ടെക്നോളജി ആയിട്ട് മുന്നോട്ട് പോകാനാണ് എന്റെ താല്പര്യം. അപ്പൊ ബാക്കി പറ. ഒരു ആപ്പിൾ കണ്ടുപിടിക്കോ നീ? ഓ തൈ കൊണ്ടുതാ, നട്ട് ആപ്പിൾ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുതരാം. നീ ആശുപത്രി കിടക്കുമ്പോ അതാകുമ്പോ കടയിൽ നിന്ന് വാങ്ങണ്ടല്ല. അതാണ് പോടാ, ഒരു 2 അക്ഷരം പഠിക്കാൻ പോവാ. ചെറുക്കനെ കണ്ടുപിടിക്കും. അപ്പൊ ഒരു വർഷം തന്നെ 2 കോളേജ് പഠിച്ചിരിക്കുകയാണ്. 2 കോളേജ്, 2 സംസ്ഥാനം. പണ്ടെത്തി കേളത്തി 2 അക്ഷരം എയും ബിയും പഠിച്ചാരിയാണ് പുല്ലി കട്ട് ചെയ്ത്. അത് എടാ നീ പഠിച്ച ഞാൻ ഒന്നും പറയല്ല. പോ. അപ്പോൾ വൈകിട്ട് വന്നിട്ട് നമുക്ക് അവൻ്റെ കോളേജിന്റെ റിവ്യൂ ചോദിക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ. നമുക്ക് കേട്ടെ, പെൺപിള്ളേർ മൂത്തതെന്നൊക്കെ ഇന്നലെ പറഞ്ഞുകൊണ്ട് പോകാനാണ്. ഇച്ചിരി മൂപ്പാണ് അവന്. നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് ആരോമൽ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് മാൻ? കോളേജ് എങ്ങനെയുണ്ട്? വൈബാണോ പൊളിയാണോ എങ്ങനെയാണ്? കോളേജ് പൊളിയാണ്, വൈബാണ്. കട്ടടിക്കാൻ പറ്റുമോ? സാറ് ഇത്തിരി മുരട്ടനാണ്, അതുകൊണ്ട് 3-4 ദിവസം ഒന്നും പോകത്തില്ല കേട്ടോ പുള്ളി. സാറ് മുരടനാ. ഈ ഇവനെ പഠിപ്പിക്കുന്ന സാറ് ഇത് കാണണേ പറഞ്ഞ മൊരടനൊന്നും. മുരട്ടനല്ല, സാറത്തിരി ടപ്സിക് കോപക്കാരനാണ്. അത് പഠിച്ചില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലാത്തപ്പോ. പിന്നെ വേറെ കോളേജിന്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. പെൺപിള്ളേരുണ്ടോ? ചേച്ചിയാരുണ്ട്. ഇതിപ്പം ഒരു വർഷത്തിൽ രണ്ട് കോളേജായി. ഈ വർഷം മുഴുവൻ ഇങ്ങനെ കോളേജ് മാറാനാണോ അതോ ഇനി പഠിക്കാനാണോ നീ കോളേജിൽ പോകുന്നേ? പഠിക്കാൻ. ഈ കോളേജിന് മാറില്ലല്ലോ. മാറില്ല. അപ്പൊ ചെറുക്കൻ ചാക്ക ഐറ്റിലാണ് പഠിപ്പിക്കുന്ന. സാറന്മാർ നല്ലപോലെ അവനെ പഠിപ്പിച്ച് പാസ്സാക്കുക അല്ലേ? ഭാവിയുള്ള പയ്യനാണ്. ഏതാ സബ്ജക്ട്? ഷീറ്റ് മെറ്റൽ. അങ്ങനെ തന്നെയാണ് അതിന്റെ പേര്. ഷീറ്റ് മെറ്റൽ. അതിലെന്തര SMW അങ്ങനെ എന്തിനാണ് ഷീറ്റിന്റെ കമ്പനി. പാടാ, ആർക്കും SMW അങ്ങനെ എന്തോ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല പുള്ളി. അതിന് നമ്മൾ പോയി കറക്റ്റ് സാറിന് ചോദിച്ചിട്ട് വരാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ആരോമലിന്റെ അപ്ഡേഷൻ. ആരോമല് അടുത്ത ഒരു കോളേജിൽ നിന്ന് അടുത്ത കോളേജിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി അടുത്ത കോളേജിലോട്ട് മാറുകയാണെങ്കിൽ വ്ളോഗ് വരാം. മെയിൻ ഒരു കാര്യം പറയാൻ വേണ്ടി എന്നിട്ട് വിട്ടുപോയി. ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ചെറുക്കന്മാർക്ക് രണ്ടും സിനിമയിൽ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. സിനിമയുടെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എന്ത് തോന്നുന്നു ആരംഭ സിനിമ കിട്ടിയപ്പോ? നല്ല സന്തോഷമുണ്ട്. അത് പറയുമ്പോ എന്താണ് നിന്റെ ഇതാണ്? നല്ല സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചിരുന്നോ സിനിമയിലേക്ക്? ഇല്ല. വിജയ? ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. നല്ല സന്തോഷമുണ്ട്. എന്നെ മമ്മൂട്ടിയിലോടാ കിട്ടാൻ. സത്യം പറഞ്ഞാൽ ഇവനൊരു പ്രാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക്. സിംഗർ റോള്. അത് ഫേക്ക്. നമ്മള് അതിന്റെ ഒരു വിഷമം. யாரடா? நான் சிங்கரோல் ஐயா. எதுக்கடா இங்க வந்த? எனக்கு அப்பாவனை பார்க்கணும். உங்க அப்பா இங்க இல்லையே. நான் உங்களோட ஆள்கார் அந்த யுத்தத்துல பிடிச்சுக்கிட்டு வந்தேன். எந்த யுத்தம்? சிங்க யுத்தம். இங்க உங்க அப்பா இல்லை. இங்க இருக்கையா எனக்கு 4 தங்கச்சியும். അപ്പൊ ഇനിയിപ്പോ ആ സിനിമയിലൊക്കെ കയറി ഹിറ്റ് ആകുമ്പോഴത്തേക്കും മറ്റത് പണ്ട് എന്നെ സച്ചിയുടെ സിനിമയുടെ ഇത് വെച്ച് പ്രാങ്ക് ചെയ്യിച്ചു. എന്നിട്ട് ഇപ്പൊ എനിക്ക് സിനിമ കിട്ടുന്ന പട്ടിച്ചെറ്റ 4 നായിന്റെ പോലെ ഇത് അവന്റെ മനസ്സിൽ ഓടും. അമ്മച്ചിയുടെ ഓടും ഉറപ്പാണ്. ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ അങ്ങ് പോയി ക്രോക്സ് വാങ്ങിച്ചെന്ന്. പിന്നെ അതുപോലെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന അടുത്ത് നല്ലപോലെ ചെയ്യുക. ആദ്യ പടിയാണ്. ആദ്യ പടി തന്നെ നമ്മൾ നല്ലപോലെ ഹിറ്റൊക്കെ അടിച്ചു കഴിഞ്ഞ മോനെ. പിന്നെ അതിന്റെ റീൽ ചെയ്യണ്ട നിങ്ങൾക്ക്? അത് പറ്റൂല. അത് വേണം. വേണം. അത് വേണം. ചെറുക്കന്മാര് സ്നേഹമുള്ള ചെറുക്കന്മാരാണ്. അപ്പൊ അത് മെയിൻ. എല്ലാവിധ അനുഗ്രഹങ്ങളും കാല് തൊട്ട് അപ്പൊ എല്ലാവരും നല്ല പോലെയൊക്കെ ചെയ്തു. അത് വീഡിയോയിലായോണ്ടാണ് തൊട്ട് ഇത് കഴിച്ചവിടെ എന്ന് പറയും. അങ്ങനത്തെ സിനിമയിലെ കയറി സെറ്റ് ആവും. ഓക്കെ, ജീവിതങ്ങൾ രക്ഷപ്പെടുത്തുക. നന്ദിയുണ്ട്. അപ്പൊ ഇത് അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ ഗൈസ്.